Hello brothers and sisters, welcome back to our channel. The channel is അപ്പോൾ നമ്മൾ ഇന്ന് Redmi A15 എന്ന് പറയുന്ന മൗസ് ആണ് അൺബോക്സ് ചെയ്യാൻ പോണേ. So let's get started. So guys, ബോക്സിന്റെ പുറത്ത് വരുന്നത് ഇതിന്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ആണ്. അത് പറയുമ്പോൾ 1.8 മീറ്റർ ആണ് കേബിൾ ലെങ്ത് തന്നെ. അത് ബ്രേഡഡ് ഫൈബർ കേബിൾ ആണ് ഇതിന് തന്നെ. പിന്നെ LED RGB സപ്പോർട്ട് ഉണ്ട്. പിന്നെ DPI റേഞ്ച് പറയാനാണ് അൺബിലീവബിൾ ആണ് ഈ ഒരു ബഡ്ജറ്റിൽ. 1000 to 6400 ആണ് ഈ ഒരു 500 റുപ്പീസിൻ്റെ അടിയിൽ വരുന്ന ഈ മൗസിൻ്റെ DPI റേഞ്ച് വരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബട്ടൺസ് വരുമ്പോൾ നമുക്കൊരു DPI അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലസും മൈനസ് ഉണ്ട്. സ്ക്രോൾ ബട്ടൺ ഉണ്ട്, ലെഫ്റ്റ് റൈറ്റ് ക്ലിക്ക് മൗസ് ബട്ടൺ ഉണ്ട്. പിന്നെ ഒരു ബാക്ക്വേർഡ് ഫോർവേഡ് പ്രോഗ്രാമബിൾ ആയിട്ടുള്ള 2 ബട്ടൺസും ഉണ്ട്. ഇതിൻ്റെ സോഫ്റ്റ്വെയർ നമുക്ക് CD ആയിട്ട് കിട്ടില്ല. സാധാരണ റെഡ്മിൻ്റെ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ CD ആയിരിക്കും ഇൻക്ലൂഡ് ഉണ്ടാവുക. ഇത് നമ്മൾ ഓൺലൈനിൽ സൈറ്റിൽ കയറിയിട്ട് ഇതിൻ്റെ ഡ്രൈവേഴ്സ് ഇൻസ്റ്റാൾ ചെയ്യണം. ഇതിൽ തന്നെ അതിൻ്റെ മാനുവലും ഉണ്ടാവും. സോ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ബോക്സിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, കാലിയാണ്. ആകെ മൗസും മാത്രമേ ഉള്ളൂ. മൗസ് വരുന്നത് ഡിപ്പൊളി മൗസ് ഉണ്ടെന്നേ ഒച്ചയാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കണ്ടോ, മൗസ് ഒരു അടിപൊളി ടെക്സ്ചറാണ്. ഒരു ഹണികോം കട്ടൗട്ട് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. അത് കണ്ടോ ഈ ഹണികോം കട്ടൗട്ട് ഉണ്ട്. അവിടെയാണ് RGB തന്നെ. അടിയിൽ പിന്നെ RGB ലൈറ്റിങ്ങിൻ്റെ ഒരു പോർഷനും വരുന്നുണ്ട്. മെറ്റൽ പ്ലേറ്റിംഗ് ആണ് സെൻസറിൻ്റെ അവിടെ തന്നെ. സെൻസർ ഇത് എവിടെയാണ്. പിന്നെ ഇതേ ബ്രേഡഡ് കേബിൾ ആസ് ടോൾഡ് USB ആണ്. പിന്നെ ബട്ടൺസ് ഒക്കെ പറയുമ്പോൾ 2 ബട്ടൺ വരുന്നുണ്ട് ഇവിടെ, ബാക്ക് ആൻഡ് ഫോർവേഡ്, ലെഫ്റ്റ് റൈറ്റ് ക്ലിക്ക്, സ്ക്രോള്, DPI അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത്. വേറെ ഇതിൻ്റെ വെയിറ്റ് പറയുമ്പോൾ ഒരു 300 and something ഗ്രാംസ് വരുന്നുള്ളൂ. അതുകൊണ്ട് അത്ര ഹെവി അല്ല. പിന്നെ ഞാൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ മൗസാണ് ഡെല്ലിൻ്റെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എന്തോ ഒരു ഇച്ചിരി പ്രശ്നമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങളിലോട്ട് നമുക്ക് കിടക്കാം. സോ ഗൈസ്, നമ്മളിത് മൗസൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സെറ്റപ്പും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേ മൗസിൻ്റെ RGB നിങ്ങൾക്ക് ഞാൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കാണിക്കാം. ലൈറ്റിംഗ് ഇഷ്യൂസ് കുറച്ച് ഉണ്ടാവും. അത് സംഭവം നമ്മൾ മേളിൽ നിന്ന് താഴത്തോട്ട് വന്ന് സിസ്റ്റമിലെടുത്ത്, അപ്പോൾ അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇതായിരുന്നു ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡെല്ലിൻ്റെ മൗസ്. ഇതിൻ്റെ സൈസ് തന്നെ ഉണ്ട്, ചെറുതാണ്. പിന്നെ സാധാ കേബിൾ, നോർമൽ കേബിളാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് ഞാൻ അന്ന് വാങ്ങുമ്പോൾ എത്ര 400 റുപ്പീസിൻ്റെ അടുത്ത് വന്നു. ഇതിൻ്റെ A15 എന്ന് പറയുന്ന മൗസ് നമുക്ക് ഈ 499 റുപ്പീസിനാണ് കിട്ടിയിരിക്കുന്നത്. 500 റുപ്പീസ് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും അടിപൊളി മൗസ് തന്നെയാണ് ഞാൻ പറയാം. അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള നമ്മുടെ മാനുവലും മൗസ് സെറ്റപ്പ് നമുക്ക് കാണാം. സോ ഗൈസ്, നിങ്ങൾ മൗസിൻ്റെ ഡീറ്റെയിൽസും RGB ലൈറ്റിംഗ് ഒക്കെ കണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അതിൻ്റെ സെറ്റപ്പിലോട്ട് പോകാം. നമ്മൾ നേരത്തെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോം എന്തെങ്കിലും സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് redwootinteractive.net/drivers/ എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് അവരുടെ ഓരോ പ്രോഡക്റ്റ്സ് ഉണ്ട്. ഓരോ പ്രോഡക്റ്റിൻ്റെ ഡ്രൈവേഴ്സാണ് അവർ കാണിക്കുന്നത്. നമ്മളിപ്പോൾ നമ്മുടെ ഗെയിമിംഗ് മൗസ് Redmi A15Y ഗെയിമിംഗ് മൗസിൻ്റെ ഡ്രൈവറാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ A15 മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ അതിൽ മാനുവൽ ഉണ്ടാവും. ആ മാനുവൽ ഇവരിപ്പോൾ ഓൺലൈനായിട്ടാണ്. അപ്പോൾ എക്കോ ഫ്രണ്ട്ലി ആകും, അന്ന് പേപ്പറൊന്നും യൂസ് ചെയ്യാതെ. അപ്പോൾ അതിൽ പാക്കേജിങ്ങും കാര്യങ്ങളും എങ്ങനെ കണക്ട് ചെയ്യണം, അതിൻ്റെ ഓൾട്ടർനേറ്റ് മൗസ് ആ ഒരു സംഭവങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ വായിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൗസിൻ്റെ സെറ്റിങ്സ് മാറ്റാനുള്ളത് Redmi A15 RGB മൗസ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ മൗസിൻ്റെ സെറ്റിങ്സ് മാറ്റാനുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർഫേസ്. അപ്പോൾ മൗസ് കണക്റ്റ് ആവുകയാണ്, അതിൻ്റെയാണ് ലോഡിങ് വെയിറ്റ് ചെയ്യാം. സോ ഗൈസ്, നിങ്ങൾക്ക് ഇവിടെ മോഡ് A, B എന്ന് സെലക്ട് ചെയ്യാം. പിന്നെ മൗസിൻ്റെ കീസ് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. പിന്നെ അഡ്വാൻസ് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടോ ഓരോ DPIക്ക് ഓരോ ടൈപ്പ് കളറും, പിന്നെ മൂവിങ് സ്പീഡ്, കഴ്സർ സ്പീഡ്, പിന്നെ നമ്മൾ ക്ലിക്ക് സ്പീഡൊക്കെ മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. ഫയറിംഗ് ഇൻ്റർവൽ, റിപ്പീറ്റ് ഒക്കെ നമുക്ക് മാറ്റാം. എയിം കീടൊക്കെ മാറ്റാൻ പറ്റും. പിന്നെ ലൈറ്റിങ് നമുക്ക് തന്നെ ലൈറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം എന്നുള്ളതും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ മാക്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് ആഡ് ചെയ്യാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ. സോ ഗൈസ്, നമ്മുടെ അൺബോക്സിംഗ് ഇവിടെ തീരുകയാണ്. സോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ഓൺ ചെയ്യാൻ മറക്കരുത്. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. സീ യു.